തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM സ്പോൺസേഡ് അനധികൃത നിയമനമെന്ന് BJP. ഭരണസമിതി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് CPIM അംഗങ്ങളെയും അനുഭാവികളെയും തിരികെ കയറ്റാൻ ശ്രമമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി BV രാജേഷ് ആരോപിച്ചു. പട്ടിക റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ മറുപടിയുമായി മുന്നോട്ട് പോകുമെന്നും BV രാജേഷ് വ്യക്തമാക്കി. ആദ്യം ഇറങ്ങിയത് പേര് മാത്രമേ ഉള്ളൂ, ഉദ്യോഗാർത്ഥിയുടെ പേര് മാത്രമേ ഉള്ളൂ, അഡ്രസ്, മേൽവിലാസമില്ല, ഫോൺ നമ്പരും ഇല്ല. കാരണം എന്താണ്? മേൽവിലാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടുപിടിക്കാൻ സാധിക്കും. ഒടുവിൽ കഴിഞ്ഞ അവസാന പ്രവൃത്തി ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയെ BJPയുടെ കൌൺസിലർമാർ ഉപരോധിച്ചതിന് ശേഷമാണ് ഇവരുടെ അഡ്രസ് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായത്. ഞങ്ങൾ അഡ്രസ് പരിശോധിച്ചപ്പോൾ ഈ 56 പേരിൽ 90% പേരും CPM ബന്ധമുള്ളവരാണ്, CPM കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അതിൽ കഴക്കൂട്ടം വാർഡിലെ നിലവിലുള്ള കൌൺസിലർ ഉൾപ്പെടെ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട്. അതായത് കഴക്കൂട്ടം വാർഡ് കൌൺസിലർ LS കവിത ഉൾപ്പെടുന്ന ഭരണസമിതിയാണിത്. അവർ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന കൌൺസിലറാണ്. അവരുൾപ്പെടുന്ന കൌൺസിൽ ഇന്റർവ്യൂ നടത്തി അവരെ തന്നെ ഇവിടെ ഉദ്യോഗാർത്ഥിയായി ജോലിക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള, പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അലക്സ് മുഹമ്മദ്, അലക്സ്, നേരത്തെ സഭയ്ക്കുള്ളിൽ ഒരു കൗൺസിലറുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അവിടുത്തെ കോൺഗ്രസിന്റെ ഒക്കെ വലിയ പ്രതിഷേധം, അതിനുശേഷം കോർപ്പറേഷന് പുറത്ത് BJPയുടെ പ്രതിഷേധം, അതിന്റെ തുടർച്ചയിൽ ഈ പറഞ്ഞ 1, 2, 3 എന്ന മട്ടിൽ വരുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയിലുള്ള പ്രതിഷേധം ഇതിനെ കാണണോ? അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ അലക്സ്? ഹാഷ്മി, ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് BJP കൌൺസിലർക്ക് എതിരെയാണ് പ്രതിഷേധം ഉയർന്നതെങ്കിൽ ഇത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു BJP കൌൺസിലർമാരും CPMനെതിരെ എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിവരം. CPM സ്പോൺസേഡ് അനധികൃത നിയമനത്തിന് ശ്രമം നടക്കുന്നു, വ്യാപകമായ ശ്രമം നടക്കുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. ഭരണസമിതി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് CPM അംഗങ്ങളെയും അനുഭാവികളെയും കോർപ്പറേഷനിൽ താൽക്കാലിക തസ്തിക സൃഷ്ടിച്ച് തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഇതിൽ ഈ ശുചീകരണ ാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതെന്ന് BJP ആരോപിക്കുന്നു. 671 പേരുടെ പട്ടിക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കോർപ്പറേഷനിൽ അയച്ചു കൊടുത്തു. അതിൽ 403 പേരെ അഭിമുഖം ചെയ്തു. ഇതിൽ എവിടെ വെച്ച് അഭിമുഖം നടത്തിയെന്നോ, ആരഭിമുഖം നടത്തിയെന്നോ, എങ്ങനെ അഭിമുഖം നടത്തിയെന്നോ എന്നുള്ളത് വ്യക്തമല്ല. അതിന്റെ മാനദണ്ഡം എന്തെന്ന് BJP ചോദിക്കുന്നു. അതിൽ നിന്ന് 56 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത്, ആദ്യം ഇറങ്ങിയ പട്ടികയിൽ പേര് വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് BJPയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ പേര് വിവര പട്ടികയിൽ ഫോൺ നമ്പറുകളും മേൽവിലാസവും ഉൾപ്പെടുത്തിയത്. മേൽവിലാസം വെച്ചാൽ അതിൽ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കിയതെന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പട്ടികയിൽ കഴക്കൂട്ടം വാർഡിലെ നിലവിലെ കൌൺസിലർ LS കവിതയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ഉൾപ്പെടുന്ന കൌൺസിലിൽ അവരെ തന്നെ ജോലിക്കെടുത്ത പശ്ചാത്തലം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായ നടപടിയാണ്. ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നോട്ട് പോകുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അവരുടെ പ്രതിഷേധം നഗരസഭയിൽ നടക്കുന്നുണ്ട്. നഗരസഭാ സെക്രട്ടറിയെ BJP പ്രവർത്തകർ ഉപരോധിക്കുന്നു. നഗരസഭാ സെക്രട്ടറി ജഹാംഗീറിന് മുന്നിൽ ഈ വിഷയങ്ങൾ അവർ പറയുകയാണ്. പട്ടിക റദ്ദാക്കണം, അതല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് BJP കൌൺസിലർമാരുടെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ചേരുന്ന കോർപ്പറേഷൻ കൌൺസിലും ഈ വിഷയം BJP ഉന്നയിക്കും. ഹാഷ്മി.